നമസ്കാരം. ഗീതു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ, എന്നെ പറഞ്ഞു മയക്കി കൂടെ കിടത്തിയിട്ട് ഇപ്പൊ അറിയില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ വീടിന് മുന്നിൽ കെട്ടിത്തൂങ്ങി ഞാൻ ചാവും. ആ, അനിയുടെ വീടിന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് സിന്ധു അലറി. അവൾ വികാരഭരിതയായി. അവൾക്കൊപ്പം വന്ന സിന്ധുവിന്റെ ആങ്ങള കലിയോടെ മുഷ്ടികൾ ചുരുട്ടി എന്തിനും തയ്യാറായി നിന്നു. അടുക്കളയിൽ നിന്നും ബഹളം കേട്ട് കയ്യിൽ ചട്ടുകവുമായി ഇറങ്ങി വന്ന അനിയുടെ ഭാര്യ രമ്യ നിറകണ്ണുകളോടെ അവനെ നോക്കി. ഇല്ല രമ്യേ, എനിക്കറിയത്തില്ല, സത്യമായിട്ടും അറിയത്തില്ല. അനി രമ്യയെ നോക്കി കെഞ്ചി. ഒന്നും അറിയാതെയാണോ ഏട്ടാ ഒരു പെണ്ണ് ഭാര്യയുടെ മുന്നിൽ വന്ന് നിന്ന് അവളുടെ ഭർത്താവ് ആ പെൺകുട്ടിയെ വഞ്ചിച്ചു എന്ന് പറയുന്നത്? രമ്യയുടെ ചോദ്യത്തിന് അനി മൗനം പാലിച്ചു. അങ്ങനൊന്നും ചോദിച്ചാ അവൻ പറയില്ല ചേച്ചി. ഞാൻ ഗൾഫിലായിരുന്ന സമയം ഇവൻ എൻ്റെ പെങ്ങളെ വശീകരിച്ചു നശിപ്പിച്ചതാണ്. നീ ഇവളെ കെട്ടാമെന്ന് വാക്ക് കൊടുത്തതല്ലേടാ? എൻ്റെ പൊന്ന് ചേട്ടാ, ഞാൻ ഇവരെ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. എൻ്റെ പൊന്ന് ദൈവമേ, എന്ത് കള്ളമാ നിങ്ങൾ പറയുന്നത്? സിന്ധു ഞെട്ടലോടെ പറഞ്ഞു. ശേഷം രമ്യയെ നോക്കി. കഴിഞ്ഞ 3 ദിവസം ഇയാൾ എവിടെയായിരുന്നു ചേച്ചി? ഓഫീസിൽ നിന്നും ഒരു എമർജൻസി യാത്ര, അത്രയും പറഞ്ഞ് രമ്യ അനിയെ നോക്കി. ഓ പിന്നെ ഇയാൾ എൻ്റെ കൂടെ ആയിരുന്നു. രമ്യ ഞെട്ടിത്തെറിച്ചു നിന്നു. ദേ പെണ്ണെ, എൻ്റെ ക്ഷമ പരീക്ഷിക്കരുത്. അനി കലിതുള്ളി. എന്താടാ കൈ ചൂണ്ടി സംസാരിക്കുന്നത്? രാഹുൽ, അതായത് സിന്ധുവിന്റെ ആങ്ങള ദേഷ്യപ്പെട്ടുകൊണ്ട് വീടിന്റെ ഉമ്മറത്തേക്ക് കയറിയതും, രാഹുൽ നിർത്ത്, നീ, ഞാൻ സംസാരിച്ചോളാം. ശേഷം രമ്യയ്ക്ക് നേരെ തിരിഞ്ഞു. ചേച്ചി, കഴിഞ്ഞ 6 മാസമായി ഞങ്ങൾ തമ്മിൽ അടുപ്പമാണ്. ആദ്യം എന്നെ കെട്ടിക്കോളാം എന്ന് പറഞ്ഞു. പിന്നെയാണ് ഇയാൾ കെട്ടിയതാണെന്ന് ഞാൻ അറിയുന്നത് തന്നെ. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, എന്നെ പറഞ്ഞു മയക്കി അവസാനം വരെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പിന്നെയും എന്നെ പരമാവധി യൂസ് ചെയ്തു. ചേച്ചിയുടെ ജീവിതം ഞാൻ കാരണം തകർക്കണ്ട എന്ന് കരുതി ഞാൻ ഒന്നിനും വാശി പിടിക്കാൻ നിന്നില്ല. പിന്നെ പതിയെ വരാതായി, ഫോൺ എടുക്കാതെയായി. ഒടുവിൽ ഞാൻ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ എന്നെ സൂപ്പിക്കാൻ കഴിഞ്ഞ 3 ദിവസം എൻ്റെ കൂടെ വന്നത്. എന്നിട്ട് അവിടുന്ന് പോരാൻ നേരം ഒരു ഡയലോഗ്, ഇതോടെ അവസാനിപ്പിക്കണം, ഇനിയും എനിക്ക് രമ്യയെ ചതിക്കാൻ കഴിയില്ലെന്ന്. ഞാനൊരു പെണ്ണല്ലേ, എൻ്റെ ചങ്ക് തകർന്നു പോയി. എനിക്ക് വിഷമം സഹിക്കാതെ വന്നപ്പോൾ ഞാനെല്ലാം എൻ്റെ ആങ്ങളയോട് പറഞ്ഞു. ഇനി ചേച്ചി തന്നെ പറ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. എൻ്റെ പെങ്ങളെ വിഷമിപ്പിക്കാനും വഴിയാധാരമാക്കാനും ഒന്നും നോക്കിയാൽ നടക്കില്ല. ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വിഷമവും ഉണ്ട്. പക്ഷേ നിവർത്തിയില്ല ചേച്ചി, ക്ഷമിക്കണം. രമ്യ അനിക്ക് നേരെ തിരിഞ്ഞു. ഈ പെൺകുട്ടി പറഞ്ഞതൊക്കെ സത്യമാണോ? അപ്പോ രാത്രികളിൽ നിങ്ങൾ പാത്തും പതിക്കും മെസ്സേജ് അയക്കാറുള്ളത് ഇവക്കാണോ? അനിക്ക് കലി വന്നു തുടങ്ങി. സിന്ധുവും രാഹുലും പരസ്പരം നോക്കി. പറയടോ, തൻ്റെ ചെറ്റത്തരം എല്ലാവരും കേൾക്കട്ടെ, പറയാൻ രമ്യ അലറി. അതേടി, ഇവക്ക് തന്നെയാ. നിനക്കെന്താ ഇപ്പോ? ഓ, എന്നേക്കാളും എന്നതാടാ നാറി ഇവക്ക് കൂടുതലുള്ളത്? അവൾ ദേഷ്യത്തിൽ അനിയുടെ ഷർട്ടിൽ കയറി പിടിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ സിന്ധുവും രാഹുലും ഞെട്ടലോടെ നിന്നു. രമ്യയുടെ കൈ തള്ളി മാറ്റിക്കൊണ്ട് അനി അലറി. സുഖിപ്പിക്കാനുള്ള കഴിവ് നിനക്കതില്ല, അത്ര തന്നെ. ഒരു നിമിഷം എല്ലാവരും മൗനമായി. രമ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സിന്ധു രാഹുലിനെ നോക്കി. രാഹുൽ കണ്ണുകൊണ്ട് എന്തോ ആക്ഷൻ കാണിച്ചു. അതെ, സിന്ധു പറയാൻ തുടങ്ങിയതും, നീ മിണ്ടാതിരിക്കടി, അനി അലറി. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാൽ പോലീസിനെ വിളിക്കും ഞാൻ. നീ ഇപ്പൊ ഇറങ്ങിക്കോണം ഈ വീട്ടിൽ നിന്ന്. ഇതെന്റെ അച്ഛൻ പണി തന്ന വീടാ. എന്റെ ചിലവിൽ കഴിഞ്ഞിട്ട് ആ കൊഴുപ്പിളക്കാൻ വേറെ അവളുമാരുടെ മേൽ കുതിര കയറാൻ പോകുന്നവൻ ഇനി ഇവിടെ വേണ്ട. രമ്യ കണ്ണുകൾ തുടച്ച് ഉറച്ച തീരുമാനത്തോടെ പറഞ്ഞു. പോവാടി, അല്ലേലും ഞാൻ പോവാൻ തീരുമാനിച്ചു തന്നാ നിന്നത്. ഇതിലേക്ക് എൻ്റെ കയ്യിൽ നിന്നൊരു 10 ലക്ഷം ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങി തന്നാ ഇപ്പൊ തന്നെ പൊയ്ക്കോളാം. ആർക്ക് വേണോടാന്നറി നിന്റെ പൈസ? ഇപ്പൊ തന്നെ തന്നേക്കാം, ഇപ്പൊ തന്നെ എടുത്തു തരാം. നീ പോയി സൂഹിക്കടാ. രമ്യ കലിയോടെ പണം എടുക്കാൻ അകത്തേക്ക് പോയി. എൻ്റെ പൊന്ന് സാറെ, ക്ഷമിക്കണം. സാറിന്റെ അളിയൻ നിങ്ങളെ ഒന്ന് പറ്റിച്ച് സർപ്രൈസ് തരാൻ ഞങ്ങളെ വിളിച്ചു പറഞ്ഞിട്ടാ. ഞങ്ങൾ ലൈഫ് ഹാക്കേഴ്സ് എന്ന ചാനലിൽ നിന്ന് വരിക. താണ്ടെ ക്യാമറ ഇരിക്കുന്നത് ലൈവാണ്. ഞങ്ങൾ കാരണം നിങ്ങൾ തമ്മിൽ തല്ലി പിരിയല്ലേ പ്ലീസ്. അവർ കൈകൾ കൂപ്പി. നിനക്കൊന്നും എന്നത്തിന്റെ കേടാടാ? എൻ്റെ മോളെ അല്ലെങ്കിൽ തന്നെ അവളുടെ ഒടുക്കലത്തെ സംശയം കാരണം എന്നും ഇവിടെ വഴക്കാ. അത്രയും പറഞ്ഞതും അടുക്കളയിൽ നിന്നൊരു അലർച്ചയും തീകോളവും പ്രത്യക്ഷപ്പെട്ടു. ഇത്രയും നേരം ആ വീഡിയോ പ്രൊജക്റ്റിൽ പ്രസ് മീറ്റിങ്ങിന് വന്നവർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു രോഷ്നി മാരാർ IPS. അത് ഓഫ് ചെയ്ത ശേഷം പറഞ്ഞു, ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല, ഇനി വേറെയുമുണ്ട്. പ്രാങ്ക് എന്ന പേരിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ.
ഈ ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാന്ന് പണ്ടത്തെ കാരണവന്മാർ പറയും പോലെ വല്ലവനും വരുമ്പോൾ അത് കണ്ടിരുന്ന് ചിരിക്കാൻ നല്ല എളുപ്പമാ. നമുക്ക് വരുമ്പോഴേ പഠിക്കൂ. ഒരു മനുഷ്യൻ ഏത് മാനസികാവസ്ഥയിലാണെന്ന് പോലും മനസ്സിലാക്കാതെ അവരുടെ ജീവിതത്തിൽ ഇടിച്ചു കയറി ചെന്ന് അവരെ ഇതുപോലുള്ള മെന്റലി ടോർച്ചർ ചെയ്യുന്നതിൽ നിന്നും എന്ത് ആനന്ദമാണ് കിട്ടുന്നത്. രമ്യയുടെ വിധി കണ്ടില്ലേ? ആൾറെഡി അവർ തമ്മിൽ പ്രശ്നങ്ങളായിരുന്നു. ഒരുപക്ഷെ കൗൺസിലിംഗ് അല്ലെങ്കിൽ പരസ്പര ധാരണയുടെ വേർപിരിയൽ, അതിൽ തീരാവുന്ന ജീവിതം ആത്മഹത്യയിൽ കലാശിച്ചില്ലേ? അതുപോലെ തന്നെ ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ അവരുടെ ഫോൺ വിളിക്കാൻ തരാമോ എന്ന് ചോദിച്ചിട്ട് എറിഞ്ഞു പൊട്ടിച്ചു. എന്നിട്ട് അവരിരുന്ന് കരഞ്ഞപ്പോൾ അവർക്ക് മുന്നിൽ പുതിയ ഫോൺ നീട്ടിയിരിക്കുന്നു. അവരും ഭർത്താവും ഒരുമിച്ചുള്ള ഫോട്ടോകളും ഓർമ്മകളും മുഴുവനും അതിലായിരുന്നു. അത് വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് അവർ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഭ്രാന്തിന്റെ ലോകത്ത് അഭയം നേടി. അതുപോലെ തന്നെ രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞ് മടങ്ങി വന്ന ഒരു യുവാവ്, ഒരുത്തൻ ഗോസ്റ്റ് പ്രാങ്ക് നടത്തിയതാണ്. ബൈക്കിന് മുന്നിലേക്ക് പ്രേതത്തിന്റെ രൂപത്തിലെടുത്തിയാടി. അത് കണ്ട് ഞെട്ടി നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ചു. ആ പയ്യൻ ഓടയിൽ വീണ് നട്ടല്ലൊടിഞ്ഞു. രണ്ടനിയത്തിമാരും ഒരമ്മയും പട്ടിണിയായി. ആ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ഈ പയ്യൻ. ഞാനീ പറഞ്ഞു വരുന്നത്, ഈ വിഷയം നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരണം. ഇതിനെ തടയാൻ കഴിഞ്ഞില്ലെന്ന് വരാം, പക്ഷേ ഇതിനെ ഭയക്കാതെ മറ്റുള്ളവരുടെ ഇമോഷൻസ് വിറ്റ് ജീവിക്കുന്നവരെ അകറ്റി നിർത്താനും നേരിടാനും നമുക്ക് കഴിയണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പിരിയാം. ശുഭപ്രതീക്ഷയോടെ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് രോഷ്നി പുറത്തേക്ക് നടന്നു.